ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റ് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നിൽക്കുന്ന സീനാണ്. വീക്ക് ഓഫാണ്. തല ഫുൾ എണ്ണയൊക്കെ ആയിട്ടിരിക്കുക. തലേ ദിവസം അതായത് ഇന്നലെ ഞാൻ എണ്ണ വെച്ച് കുളിച്ച് കഴിഞ്ഞ് രാത്രി ഏറെ ആയിപ്പോയി കുളിച്ചപ്പോഴത്തേനും. അപ്പോൾ മുടിയിലധികം എണ്ണയുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാട്ടോ മുടിയിൽ ഇത്ര എണ്ണയൊക്കെ ഇരിക്കുന്നത്. തലയ്ക്ക് സുഖമാണ്, ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. പിന്നെ മുടി ഞാൻ വെട്ടിയത് മൈ ഫാദർജിയാണ്. നന്നായിട്ട് അങ്ങോട്ട് വെട്ടി, കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കൊരു മുടി വെട്ടുന്നതൊക്കെ നല്ലതാണ്. പിന്നെ പപ്പ വെട്ടിക്കഴിഞ്ഞുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ശരിക്കും വളരും. പപ്പയുടെ കൈപ്പുണ്യം അങ്ങനെയാണ്. എത്ര വെട്ടിയെന്ന് പറഞ്ഞാലും കൂടിപ്പോയ ഒരു മാസത്തിനുള്ളിൽ പഴയതുപോലെയാവും. പിന്നെ എൻ്റെ മുടി എന്ന് പറയുന്നത് അറ്റം വന്നിട്ട് ഒരു വെയ്വി പ്ലസ് കേർലി ടച്ചൊക്കെയാണ്. അപ്പോൾ ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ ഇവർ എങ്ങനെ എത്ര നീളം വെച്ചെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ട് നീളം വെച്ചാലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പം എല്ലായിടത്തും എങ്ങോട്ട് തിരിഞ്ഞാക്കിയാലും ഓണം വൈബാണ്. തിരുവോണത്തിൻ്റെ അന്ന് ഡ്യൂട്ടിയാണ്, അന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. പിന്നെ ഇന്നെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം പുറത്തൊക്കെ പോകണം. പിന്നെ ഒരു സിനിമ കാണണം, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു സിനിമ കാണാൻ പോകണം. അതൊക്കെയാണ്. ഹായ് ചോലു. എൻ്റെ ഓപ്പോസിറ്റ് സോളോ ഇരിക്കുകയാണ്. ഞാൻ എന്നെ ഈ പറയുന്നതെന്ന് ഫോൺ നോക്കി എന്നെ ഈ പറയുന്നതെന്ന് നോക്കിയിട്ട് ഈ തള്ള എന്നതായി പറയുന്നത് ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിരിക്കുവാണ് ഞങ്ങളുടെ കൊച്ച്. രാവിലെ പാലും വിക്കറ്റും ഒക്കെ കഴിച്ചടി. അതിൻ്റെ സന്തോഷത്തിന് പുറത്തിരിപ്പുണ്ട്. കാണിച്ചു തരാമേ. സോളു, ഞങ്ങളുടെ കൊച്ചിരിക്കുന്നുണ്ടോ? ശിവകാമി ദേവി ഇരിക്കുന്നു പോലെ. ഇത് മൈമത് കൊട്ടാരവും ഇവിടുത്തെ ശിവകാമി ദേവിയുമാണ്. ഇത് ശിവകാമി ദേവി ഞങ്ങൾ ചേച്ചി പാലും വിക്കറ്റും ഒക്കെ കഴിച്ചിട്ടിരിക്കുക. ഇനി കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരിക്കും. കാറ്റൊക്കെ കൊള്ളും. ഇവിടെ ചുറ്റും മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാനൊക്കെ നല്ല സുഖമുണ്ട്, കണ്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കും. ഇത്ര നേരം പപ്പ ഷെയ്വ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പം ഷെയ്വ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട്. ചോളു, മുറ്റുപണിയാണോ? മമ്മിയുടെ മുറ്റാണോ? മമ്മിയുടെ ചക്കരയാണോ? എന്നാടി? ഇനി സൂര്യനൊക്കെ നന്നായിട്ടൊന്ന് ഉദിച്ച് വെയിലൊക്കെ ശരിക്കും ഒന്ന് മൂത്ത് വന്നാലേ എൻ്റെ മുഖത്തെ നീരൊക്കെ മാറുകയുള്ളൂ. ഉറക്കെണീറ്റ് വന്നതിൻ്റെ മുഖത്ത് പാതി കൂടുതലും കവിളായതുകൊണ്ട് പിന്നെ നീര് വെച്ച് കഴിഞ്ഞാൽ കണ്ണില്ല. കണ്ണ് ഞാനിങ്ങനെ വെക്കണം, ഒരു നേരത്തെ വര മാത്രമേ ഉള്ളൂ. എണീറ്റൊക്കെ വരുമ്പോൾ കണ്ണേ ഇല്ല. അപ്പം പുക വീഡിയോ എടുക്കാം കേട്ടോ. എല്ലായിടത്തും ഇപ്പം ഓണത്തിൻ്റെ ആഘോഷവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലും ഓണം ഭാഗമായിട്ട് കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം അരങ്ങേറുന്നുണ്ട്. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം നല്ല പാട്ടുകൾ ഗായകർ പാടുന്നതാണ്. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാനിത് മ്യൂട്ട് ചെയ്തു. അത് രസമായിരുന്നു കേട്ടോ കേട്ടോണ്ടിരിക്കാൻ. ഒരു ദിവസം ഉഴുന്നുവട കഴിച്ചുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ഉണ്ടാവും. ഇന്ന് ഞാൻ എണ്ണപ്പലഹാരം കഴിച്ചല്ലോ. പക്ഷെ അത് അടുത്ത ദിവസം ആകുമ്പോൾ ആ റിഗ്രറ്റൊക്കെ മാറി വീണ്ടും കഴിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പേട്ട കേരള കൗമുദിയുടെ ഓഫീസിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു സഞ്ചാരം വൈബ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപുരാതന കാലഘട്ടത്തെ വിളിച്ചോതുന്ന കെട്ടിടങ്ങളും സമുച്ചയങ്ങളും അമ്പരിചുംബികളായ മരങ്ങളും എന്നൊക്കെ പറയുന്ന പോലെ സത്യമാണ്. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി പാറ്റൂർ പോയവർക്കറിയാം. എന്നെ പൊന്നി, മുട്ടക്കാട്ട വലിപ്പമുള്ള മരങ്ങളും ചെടികളും അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് സർക്കാർ സ്ഥാപനവും. പക്ഷെ നല്ല വൈബാണ് കേട്ടോ. നിൽക്കുന്നത് എൻ്റെ ഫാദർജിയാണ്. ജീവനക്കാർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഊഞ്ഞാലൊക്കെ ആടി, അതിൻ്റെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തു. ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. രാത്രിയിലൊക്കെ ആണെങ്കിൽ പേടിച്ച് പേരേണ്ട് പോകും. രാത്രി പോകേണ്ട ആവശ്യമില്ല, ഞാനൊരു ഭാവന സങ്കല്പത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ.
അയ്യോ, അങ്ങനെ സിനിമ കണ്ടു, തിരിച്ച് വീട്ടിലെത്തി. അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സിറ്റി കയറാൻ മേല, വൻ തിരക്ക്, ഓണത്തിൻ്റെ വൻ തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. പിന്നെ പോക്കറ്റ് റോഡിലൂടെ കാര്യങ്ങളെല്ലാം സാധിച്ച് ചായയും കടിയെല്ലാം കഴിച്ചിട്ട് തിരിച്ചിങ്ങനെ വന്ന് സ്വസ്ഥം സമാധാനം പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, സൂപ്പർ മൂവി, ലോക ക്ലാസ് മൂവി. ആ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ സൂപ്പർ വുമൺ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് അറിഞ്ഞുകൂടാ ആ കഥാപാത്രത്തിന്. അത്രയ്ക്കും കല്യാണിയൊക്കെ തകർത്ത് വാരി ഓരോ റോളും കൈകാര്യം ചെയ്ത ആൾക്കാർ. അതായത് ആ കഥയിൽ ഓരോ റോളിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് വെറുതെ വലിഞ്ഞു കയറി വന്ന് ചുമ്മാ കഥാപാത്രത്തിന് വേണ്ടി ചെയ്യുന്നു എന്നല്ലാതെ ഓരോ ഇമ്പോർട്ടൻസ്. ഞാൻ പറഞ്ഞതിൻ്റെ സംഭവം മനസ്സിലായോ? അതായത് ചുമ്മാ ഒരാളെ ഇങ്ങനെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ചുമ്മാ ഒരു കഥ ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിനേക്കാളും ആ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേനും ഒരു വൈബാണ്. അതായിരുന്നു ഈ സിനിമ ഫുള്ള്. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ്. സെറ്റ് മൂവി. അതിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.